അപ്പൊ അതുകൊണ്ട് കുറച്ച് പേര് ചോദിക്കുന്നത് സെക്കൻഡ് ലാക്ടേഷൻ ആണ്. പക്ഷെ കൂടുതലായിട്ടും ഉള്ളത് എൻ്റെ ഉള്ളത് കടിഞ്ഞൂൽ പശുക്കളാണ്. കൂടുതലും 2 പല്ല് 4 പല്ലിലുള്ള പശുക്കളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളത്. ബ്രീഡ് HF ആണ് കൂടുതലായിട്ട്. പ്യുവറിന് ഞാൻ പറയില്ല, ചെറിയ ജേഴ്സി ക്രോസ് ആണ്, എങ്കിലും മെജോറിറ്റി HF ആണ്. അതുകൊണ്ടാണ് പാലിന് കൂടുതലായിട്ട് കിട്ടുന്നത്. അതെ, ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പാലിലാണ്. കൂടുതലും നമ്മൾ ചില പശുക്കളെ കൊണ്ടുവരിക. പക്ഷെ എന്തായാലും ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത് മടി മാക്സിമം ഇറങ്ങിയ പശുക്കൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അതിന്റെ പാൽ കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോ എന്തായാലും 2 ദിവസം 3 ദിവസത്തില് പശു പ്രസവിക്കും, അല്ലെങ്കിൽ വണ്ടിയിൽ വരുമ്പോൾ പ്രസവിക്കും. ഇന്ന് തന്നെ ഇപ്പൊ നമുക്ക് വണ്ടിയിൽ 3 പശുവാണ് വണ്ടിയിൽ തന്നെ പ്രസവിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് 2 എണ്ണം. ഇന്ന് കറക്റ്റ് രാവിലെ 2 മണിക്കാണ് പശുക്കൾ വന്നത്. 11 പശുക്കൾ വന്നു. എല്ലാം പോയി. ഇപ്പൊ ഒന്നും നിലവിൽ എല്ലാം കച്ചവടമായ എല്ലാം കച്ചവടം. അതായത് പുള്ളിക്കാരൻ ഇവിടെ നിർത്തി കച്ചവടം ചെയ്യുന്നില്ല. ഒരു 10-20 പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10 പേർക്കുള്ളത് കൊണ്ടുവരും. തീർച്ചയായും അത്രയാണ് പറ്റത്തുള്ളൂ. അതും ഇവിടെ വരുമ്പോ തന്നെ എന്താ പറയാ, എല്ലാം കച്ചവടം ആയിട്ടുണ്ട്. അതെ, ഞാൻ ഇന്ന് രാവിലെ ഷാമിനോട് പറഞ്ഞില്ലേ, രാവിലെ ഏകദേശം ഒരു 10-11 മണി ആകുമ്പോഴത്തേനും എല്ലാം കച്ചവടമായി. എറണാകുളത്ത് നിന്ന് വന്നിരുന്നു, അതുപോലെ തന്നെ കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്നു, അങ്ങനെ പല ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഒരു 4 കസ്റ്റമർ ആയിട്ടാണ് പശുക്കൾ എടുത്തത്. പിന്നെ പലരും ചോദിക്കും പശുക്കൾ എടുത്തു എന്ന് പറയുന്നത് ഇത്രയും പശുക്കൾ ഇവിടെ കാണുന്നതെന്ന് പറയും. അതിനൊരു കാരണം ഞാൻ പറയാം, എല്ലാ പശുക്കളും എടുത്തതാണ്. പക്ഷെ അതപ്പോ ഉച്ചയ്ക്ക് ശേഷമാണ് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തത്. അതിന്റെ റിസൾട്ട് വന്ന് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടുന്ന് തീറ്റയും കൂടിയും ഏകദേശം സെറ്റാക്കി. ചിലവർ ഒരാഴ്ച വെക്കും, ചിലവർ 3 ദിവസം വെക്കും. അതിനുള്ള ഫുഡിന്റെയും മെഡിസിന്റെയും ചെലവ് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ വാങ്ങും. മെയിൻ പവറിനുള്ള നമ്മൾ വാങ്ങുന്നില്ല. അത് ഞങ്ങളുടെ പശുക്കളോ കെയർ ചെയ്യുന്ന പോലെ തന്നെ അവരെ കെയർ ചെയ്യും. അതിന് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത്രയും എഫോർട്ട്, അതായത് കൊണ്ടുവന്നിട്ട് കച്ചവടം ആയാൽ പോലും ഒരാഴ്ച കൂടെ നിർത്തിയതിനു ശേഷം കർഷകന്റെ കൈമാറ്റം ചെയ്തു. തീർച്ചയായും എനിക്ക് ഭയങ്കര റിസ്ക്കാ. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു പോയ ഉത്തരവാദി ഞാനാ. പലരും പറയും, പലരും കൊണ്ടുവന്ന പശുക്കളെ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഗ്യാരണ്ടി കൊടുക്കില്ല. ഞങ്ങൾക്ക് അറിയുമ്പോൾ അത്രത്തോളം റിസ്ക്കാ. ഒരു പശു പോയ 1 രൂപ 1.20 ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ അതിനോട് അത്രമാത്രം ആത്മാർത്ഥതയോട് കൂടി മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 2 കൊല്ലത്തോളം ആയിട്ട് അവിടുന്ന് പശുക്കൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി. ഏത് രീതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയി. ആ ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ കർഷകരുടെ സൈഡിൽ നിന്ന് കർഷകർക്ക് സപ്പോർട്ട് അറിയും, കർഷകന് കംപ്ലൈന്റും വരത്തില്ല അല്ലേ? ഒരുപാട് കർഷകർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഈ വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മുടെ ഭാഗത്ത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അറിയിക്കണം ഈ ഇതിൽ കമന്റിലൂടെ. നിങ്ങളുടെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ധൈര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ധൈര്യമായിട്ട് പറയാം. ഒന്നും കാണാതെ പറയാതെയും പലരും പലതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ വരാം, നോക്കാം. ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്തു തരാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കും.